ഏട്ടത്തി കിളിക്കുള്ളിൽ നാളത്തെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഗായത്രിയെ കൊണ്ടാണെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഫോണൊക്കെ പറയുന്നുണ്ട്, ഇനി മേലെ എന്നെ വിളിക്കരുതെന്ന് പറയുന്ന സമയത്ത് ഗായത്രി പറയുന്നുണ്ട് ഞാൻ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭാസ്കരനെ പോയി ഇങ്ങനെ നോക്കുമ്പോൾ ഭാസ്കരാണെങ്കിൽ പനിയെടുത്ത് ഇങ്ങനെ വിറച്ചിങ്ങനെ കിടക്കുന്നത് കാണുന്ന സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് നിധിയാണെങ്കിൽ നേരെ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ നികേഷും വന്നിട്ട് നിധിയുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, നികേഷം നിനക്കാണ് UPG എക്സാം എന്തെങ്കിലുമൊക്കെ എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുന്നത് അതിനേട്ടത്തി കളക്ടർ ആവാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, കളക്ടറായ എന്താ കുഴപ്പം, നീയാണെങ്കിൽ പഠിക്കാതിരുന്നിട്ട് നിനക്ക് നല്ല മാർക്കുണ്ട്, അപ്പോൾ പഠിച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കും നല്ല മാർക്ക് ആവാമല്ലോ, മേടിക്കാമല്ലോ, നിനക്ക് കളക്ടറൊക്കെ ആവാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധിയെ കളിയാക്കിയിട്ട് നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അത് തന്നെ കുപ്പത്തൊട്ടി എന്നൊരു കളക്ടർ എങ്ങനെയുണ്ട് ഏട്ടത്തി, ഈ ഒരു പേര് എങ്ങനെയുണ്ട് ഏട്ടത്തി, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധി പറയുന്നുണ്ട്, നീ തമാശയൊക്കെ വിട് നികേഷ്, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നികേഷ് പറയുന്നത് എന്നാൽ ശരി ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ പഠിച്ച് ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ ചായയൊക്കെ കൊണ്ട് ഒരു ബന്നൊക്കെ ആയിട്ട് നമ്മളെ ഭാസ്കറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കറിനെ വിളിച്ച് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാനിവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഇവിടെ ആരും തിരക്കത്ത് പോലും ഇല്ല, മോളെന്തിനാ ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛൻ എണീറ്റ് ചായയും കുടിച്ച് ബന്നും കഴിച്ചിട്ടാണെങ്കിലും മെഡിസിൻ എടുത്ത് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നികേഷ് പറയുന്നത്, ഏട്ടത്തി അവിടെ വെച്ചേരെ, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നു. നമ്മൾ നിധിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നികേഷിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്, ഒന്ന് ലൈക്ക് ചെയ്യണേ.